യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അച്ഛനെ കണ്ടിട്ടേ പറയാൻ പറ്റില്ലോ എന്നോർത്തിട്ടാ. ഇന്നലെ തന്നെ ഫോണിലെങ്കിലും വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. വിളിക്കാൻ 2 തവണ ഫോൺ എടുത്തതാ, പക്ഷെ പിന്നെന്തോ അതിന് കഴിഞ്ഞില്ല. അഖിലിന് അവിടെ നിന്ന് പോരണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട് ഞാൻ അവിടെ തന്നെ പിടിച്ചിരിക്കണോ? ഒരിക്കലും ഇല്ല. എന്നാ പിന്നെ ഒന്ന് ചിരിച്ച് ഉഷാറാവ്. ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നുവാ. ഇങ്ങനെ ചിരിക്കുന്നതിലും ഭേദം നേരത്തെ പോലെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നതാ. അഖിലിന് എങ്ങനെ തോന്നുന്നു എന്നറിയില്ല. തന്റെ കൂടെ ഇറങ്ങി വന്നപ്പോ എനിക്കൊരു ആത്മവിശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട്. അതങ്ങനെ സർക്കസിൽ കത്തി എറിയുന്ന ആളിന്റെ മുന്നില് കണ്ണും കെട്ടി നിൽക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ലേ? അതുപോലുള്ള മനസ്സുമായിട്ടാ ഞാൻ അവിടെ ജീവിച്ചിരുന്നത്. എപ്പോഴാ ഏത് സമയത്താ ആരുടെ ഏറ് കൊണ്ടിട്ടാ കഴുത്തറ്റ് വീഴുക എന്ന് ഒരു ഉറപ്പില്ലാത്ത അവസ്ഥ. അല്ല, അമ്മയും പൂജയിച്ച് അർജുനന്റെ തനിക്ക് സപ്പോർട്ടായിരുന്നില്ലേ? അത് മതിയോ? കല്യാണം കഴിച്ച ആളെ വിശ്വസിച്ച് കയറി ചെന്ന വീട്ടില് ഒരു അന്യെ പോലെ ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞ അത് അഖിലിന് മനസ്സിലാവാഞ്ഞിട്ട. ഭർത്താവിന്റെ വീട് നമുക്ക് എപ്പോഴാ സ്വന്തം വീടായി തോന്നുക എന്നറിയാമോ? ആ വീട്ടില് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നവരുണ്ടെന്ന് തോന്നുമ്പോഴാ. അഖിലിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളുടെ അവസാന വാക്ക് അച്ചമ്മയാ. ആ അച്ചമ്മ എപ്പോഴെങ്കിലും എന്നെ അംഗീകരിച്ചിട്ടുണ്ടോ? അത് ഇനിയും പറയണ്ട, വിട്ടേക്കണം. അഖിലിന് ദേഷ്യം വരുന്നുണ്ടോ? ഒന്നുമില്ലടോ, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാലേ മനസ്സ് പിന്നെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അഖിലിന്റെ മനസ്സ് നെഗറ്റീവ് ആക്കുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ സഹിച്ചത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഖില് ചിലപ്പോ ഇങ്ങനെ ആവില്ല പെരുമാറുക. എന്നിട്ടും അവിടെ വെച്ച് ഞാൻ അഖിലിന്റെ മുന്നിൽ ചിരിച്ചു കാണിച്ചിട്ടേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ? എന്റെ വിഷമം അഖിലിനെ അറിയിച്ചിട്ട് മൂഡ് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാ. മനസ്സിലായി. അതുകൊണ്ട് ഞാനിവിടെ ചിരിച്ചോണ്ടിരിക്കണം അല്ലേ? യെസ്, അറ്റ്ലീസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നത് വരെയെങ്കിലും. വെറുതെ അച്ഛനും അമ്മയ്ക്കും വിഷമം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ച് മനസ്സിലുള്ളത് പുറത്തു കാണിക്കാതെ കൃത്രിമമായി പെരുമാറണമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായടോ. തന്റെ അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞ പാവങ്ങളാണ്. അവർക്ക് എവിടെയാണെങ്കിലും താൻ നന്നായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് അവർ എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. അവരെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയതല്ലേ താൻ. എന്നിട്ടും അവർക്ക് വിട്ടുകളയാൻ തോന്നിയില്ലല്ലോ. ഒരു കൊലപാതകം ആ വീട്ടിൽ നടന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ അങ്കിള് പാഞ്ഞെത്തിയില്ലേ. മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അച്ഛനും അങ്ങനെ പെരുമാറത്തുള്ളൂ. എന്റെ അച്ഛന് അച്ഛമ്മയെ എതിർത്ത് പറയാനോ ധിക്കരിച്ച് പ്രവർത്തിക്കാനോ പറ്റത്തില്ല. പണ്ട് മുതലേ അതങ്ങനെയാ. അതുകൊണ്ട് എല്ലാം ഉള്ളിൽ ഒതുക്കി കഴിയുന്നു മാത്രം. ഏതായാലും ഞാനായിട്ട് തന്നെ അച്ഛനും അമ്മയും വിഷമിപ്പിക്കത്തില്ല. പോരെ? ആര് വിഷമിക്കുന്ന കാര്യമോ പറഞ്ഞേ? നിങ്ങളിവിടെ കഴിയുന്നതിൽ ഞങ്ങൾക്ക് എന്താ വിഷമം? മറിച്ച് സന്തോഷമുണ്ട് താനും, അല്ലെങ്കിൽ ഇതേ. അല്ലാതെ പിന്നെ ഇവിടെ വേറെ ആരാ താമസിക്കാനുള്ളത്? അത് തന്നെ. അഖിലിന്റെ വീട്ടിൽ അത്ര സൗകര്യം ഇല്ലെങ്കിലും ഇവിടെ അത്ര മോശമൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഇതേ. എന്റെ അങ്ങളെ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. എന്നാ ഞാൻ ആലോചിച്ചു. അഖില് ഇവിടെയും കൂട്ടി ഇറങ്ങിപ്പോന്നതൊക്കെ ശരിയാണ്. പക്ഷേ അതുകൊണ്ട് വീട്ടുകാരെയൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറയാനാവില്ലല്ലോ. ഞാനവിടെ ഒന്ന് സംസാരിച്ചത് ഇച്ചിരി കൂടിപ്പോയെന്ന് ആനന്ദിന് വരെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണണമെങ്കിൽ തന്നെ ആനന്ദിനും മാതിരിക്കും ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതേ. അതിപ്പോ എനിക്കായാലും അങ്ങനെ തോന്നില്ലേ? അതുകൊണ്ട് ഞാൻ കുറച്ച് വീടുകൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് വില്ലകളും ഉണ്ട്, ഫ്ലാറ്റുകളും ഉണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്ക്. എന്നിട്ട് ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ചാൽ എന്നോട് പറ. ഞാൻ അവരെ വിളിച്ച് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. അല്ലെങ്കിൽ വേറെ വീട്? അയ്യോ അഖിലേ, നിങ്ങളുടെ പേരിൽ മേടിക്കാനൊന്നും അല്ല. അതിനുള്ള കാശൊന്നും എന്റെ കയ്യിലില്ല. തൽക്കാലം നിങ്ങൾക്ക് രണ്ടുപേർക്കും വാടകയ്ക്ക് താമസിക്കാം. അതെന്തിനാ? ഇവിടെ ഇത്ര സ്ഥലമുണ്ടല്ലോ. ഉവ്വ്,
പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിതം വേണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ചു തുടങ്ങണം. അഖിലിന്റെ അച്ഛൻ ആനന്ദ് എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ദത്തനൊരു കാര്യം തീരുമാനിക്കാനും നടപ്പിലാക്കാനും ഭാര്യയോട് ചർച്ച ചെയ്ത് അങ്ങ് തീരുമാനിച്ചാൽ മതിയെന്ന്. അതിനുള്ള കാരണം ഞാൻ നന്നേ ചെറുപ്പത്തില് ഇൻഡിപെൻഡന്റ് ആയി ജീവിച്ചു എന്നതാ. എന്നുവെച്ച് ഞങ്ങളെയും അഖിലിന്റെ അച്ഛനമ്മയൊക്കെ ഉപേക്ഷിച്ച് ഒറ്റമരത്തിലെ കുരങ്ങച്ചൻ താമസിച്ചതുപോലെ ആകണം എന്നല്ല. എല്ലാവരും വേണം, എല്ലാരും പോയി കാണണം, അവരിങ്ങോട്ടും വരണം. പക്ഷേ നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമായിരിക്കണം. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആ ഒറ്റ ഡിസിഷൻ കൊണ്ട് തന്നെ ഇല്ലാതാകും. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇതൊക്കെ ഒന്ന് നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ട 2-3 സ്ഥലം പറ, ഞാൻ അവരോട് സംസാരിക്കാം. അല്ല നിങ്ങളെ ഇത്ര പെട്ടെന്ന് വേറൊരു വീടെടുത്ത് മാറുമെന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് വേണമെന്ന് ആര് പറഞ്ഞു? എല്ലാം ശരിയായി വരുമ്പോഴേക്കും 1-2 മാസം കഴിയും. പക്ഷേ അത് വേണോ അഖിലേ? എന്റെ മോളും താനും മാത്രമായി നിങ്ങളുടെ ഒരു ലോകം ഉണ്ടാവണം. അവിടെ ഞങ്ങളൊക്കെ വല്ലപ്പോഴും വരുന്ന വിരുന്നുകാരാവുന്നതാണ് നല്ലത്, അല്ലേ ഗീതേ? അത് ശരിയാ. അകന്നിരുന്ന സ്നേഹം കൂടുന്ന എന്റെ അനുഭവത്തിൽ അത് സത്യമാ. അതെ മോളെ, കല്യാണം കഴിഞ്ഞതെന്ന് ആദ്യത്തെ 5-6 മാസം നിന്റെ അച്ഛന്റെ അമ്മ എന്നെ നിലത്ത് നിർത്തിയിട്ടില്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്നോ? ആ അതെ. പക്ഷേ അന്ന് അത് പോരായിട്ട് എനിക്ക് തോന്നിയത്. പോരിന് സ്നേഹം എന്നൊരു അർത്ഥമുണ്ടെന്ന് ഞങ്ങൾ മാറി താമസിച്ചപ്പോഴാ മനസ്സിലായത്. ചിലപ്പോ മഹേശ്വരിയമ്മ കാണിക്കുന്ന മുഴുവൻ വേറൊരർത്ഥത്തിൽ സ്നേഹം കൊണ്ട് തന്നെയാണെന്ന് നിങ്ങൾക്ക് പിന്നീട് തോന്നും. ബെസ്റ്റ്. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. ഇവരൊക്കെ ശരിക്കും അച്ഛമ്മ കുട്ടികളാ. അമ്മയുടെ ഒരൊറ്റ ഡയലോഗ് മതി ഇവർക്ക് തിരിച്ചങ്ങോട്ട് പോവാൻ. ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ അഖിലേ. അപ്പൊ നിങ്ങൾ ഈ വീടൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്യും. എല്ലാം ശരിയായി കഴിഞ്ഞാൽ ഒരു ദിവസം ആനന്ദിനോടും മാധുരിയോടും വന്ന് കാണാൻ പറയാം. ഒരു കാലത്ത് മിക്കവാറും എല്ലാ ദിവസവും ക്ലബിൽ കണ്ടിരുന്ന ഞങ്ങള് അടുത്ത കാലത്ത് അത് വിട്ടുപോയി. സാരമില്ല, ഇനി നിങ്ങളുടെ വീട്ടിലൊന്നും കൂടിക്കളെ. ഓഹോ, അത് ശരി. അപ്പൊ സുഹൃത്തിനെ കൂട്ടി കള്ളു കുടിക്കാനാ വീട് നോക്കുന്നത്, അല്ലാതെ കുട്ടികൾക്ക് താമസിക്കാനല്ല. നീ ഒന്നും ഉണ്ടായിരുന്നേ. ഇതാ നോക്ക് പിള്ളാരെ, നീ വന്നേ. എങ്ങനെയുണ്ട് എന്റെ അച്ഛനും അമ്മേ? നല്ല വൈബല്ലേ? അടിപൊളി. ഇത് നോക്കി, എങ്ങനെയുണ്ട്? കൊള്ളാം. അല്ല, താനെന്താ എവിടെ വന്ന് നിൽക്കുന്നു? ഞാൻ എവിടൊക്കെ നോക്കി. എന്തേ? ഓഫീസിൽ നിന്ന് വന്നപ്പോ തന്നെ കണ്ടില്ല. നേരത്തെ ആണല്ലോ. എനിക്കെന്തോ ഓഫീസിലിരിക്കാൻ തോന്നിയില്ല. 1-2 ഹിയറിംഗ് ഉണ്ടായിരുന്നത് ജോർജ് കുട്ടി അറ്റൻഡ് ചെയ്തു. പിന്നെ നേരെ ഇങ്ങി പോന്നു. തന്നെ ഇവിടെങ്ങും കണ്ടില്ല. അപ്പൊ ഞാനൊന്ന് ഫ്രഷായി. ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ച എവിടെയും സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. എനിക്കിപ്പോ ഈ വീട്ടിൽ കഴിയാൻ തന്നെ പേടിയായി തുടങ്ങിയ ചേട്ടാ. അഖില് മാറിയതുപോലെ തനിക്ക് ഒറ്റയ്ക്ക് താമസിക്കണമെന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. എനിക്കങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇഷ്ടമല്ല. എല്ലാരും വേണം എപ്പോഴും ചുറ്റിലും. സ്നേഹസദനത്തിലെ പോലെ ഒരുമിച്ച് വെച്ചും ഉണ്ടും കഴിയുന്നത് എന്ത് സന്തോഷാണെന്നോ. ചില ദിവസങ്ങളില് കഞ്ഞിയും ഒരു മെഴുക്കുരട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതുപോലെ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നതും കഴിച്ചിരുന്നതും എന്തൊരാഘോഷമായിട്ടായിരുന്നെന്നോ. എല്ലാരെയും വരിയിട്ടിരുത്തി അത് വിളമ്പിക്കൊടുത്ത് ഒപ്പം ഇരുന്ന് കഴിക്കുമ്പോ എന്നും ഓണസദ്യ കഴിക്കുന്നൊരു ഫീലായിരുന്നു. ഇപ്പോ ഒരു കറിക്ക് പകരം 3-4 കറികളാ. രാവിലത്തെ പലഹാരം വൈകിട്ട് കഴിക്കില്ല. 3 നേരം 3 തരം.
ഉണ്ടാക്കാനും വിളമ്പിത്തരാനും വരെ ആളുണ്ട്. പക്ഷേ പക്ഷേ